2026 T20 ലോകകപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയൊരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ഹീറോ ആയിരുന്ന മധ്യനിരയിലെ വിശ്വസ്ത താരം തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസിലാൻഡിനെതിരെ നടക്കാനിരിക്കുന്ന T20 പരമ്പര തിലകിന് പൂർണ്ണമായും നഷ്ടമാകുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരങ്ങൾക്ക് അദ്ദേഹം ലഭ്യമാകുമോ എന്ന കാര്യത്തിലും വലിയ ആശങ്കയുണ്ട്. തിലകിന് സംഭവിച്ചത് എന്താണ്? ആരായിരിക്കും പകരക്കാരൻ? ശുഭ്മാൻ ഗില്ലിനെ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ പരിശോധിക്കാം. വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കുന്നതിനായി രാജ്കോട്ടിൽ ഉണ്ടായിരുന്നപ്പോഴാണ് തിലക് വർമ്മക്ക് പരിക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ബുധനാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം വയറ്റിൽ കടുത്ത വേദന അനുഭവപ്പെടുകയായിരുന്നു. ഇത് വേദന അസഹനീയമായതോടെ താരത്തെ ഉടൻ തന്നെ രാജ്കോട്ടിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് പരിക്കിന്റെ ഗൗരവം വ്യക്തമായത്. ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിലെ ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച ശേഷം തിലകിന് അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഏകദേശം 3 മുതൽ 4 ആഴ്ച വരെ വിശ്രമം വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതോടെ ജനുവരി 21-ന് നാഗ്പൂരിൽ ആരംഭിക്കുന്ന ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പര തിലകിന് നഷ്ടമായേക്കും. എന്നാൽ ടീം മാനേജ്മെന്റിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഫെബ്രുവരി 7-ന് തുടങ്ങുന്ന T20 ലോകകപ്പാണ്. അമേരിക്കക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മത്സരത്തിന് മുമ്പ് തിലക് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുമോ എന്ന കാര്യം സംശയത്തിലാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് തിലകിന് പകരം ആര് ടീമിലെത്തും എന്ന കാര്യമാണ്. സ്വാഭാവികമായും ആരാധകരുടെ മനസ്സിലുള്ളത് ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന്റെ പേരാണ്. എന്നാൽ ഗില്ലിനെ T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. T20 ലോകകപ്പ് പദ്ധതികളിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിവാക്കപ്പെട്ട ഗില്ലിനെ ഒരു പകരക്കാരനായി മാത്രം ടീമിൽ ഉൾപ്പെടുത്താൻ സെലക്ടർമാർക്ക് താല്പര്യമില്ല. ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യയെ നയിക്കുന്ന ഒരു നായകനെ T20 ടീമിൽ ബെഞ്ചിലിരുത്തുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. മാത്രവുമല്ല, പരമ്പരയുടെ അവസാന ഘട്ടത്തിൽ തിലക് വർമ്മ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ഇതൊരു വലിയ നാണക്കേടായി മാറും എന്നതും ഗില്ലിന്റെ തിരിച്ചുവരവിന് തടസ്സമാണ്. ഈ സാഹചര്യത്തിൽ അസമിൽ നിന്നുള്ള റിയാൻ പരാഗ് പകരക്കാരനായി വരാനുള്ള സാധ്യത കൂടുതലാണ്. തോളിനേറ്റ പരിക്കിൽ നിന്ന് പരാഗ് മുക്തനായാൽ അദ്ദേഹത്തിന് നറുക്കു വീണേക്കും. തിലകിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിലും ടീം ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന ചില വാർത്തകളും വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പരിക്കേറ്റ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി 53 പന്തിൽ 82 റൺസ് നേടി അദ്ദേഹം തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ശ്രേയസ് കളിക്കുമെന്ന് ഇതോടെ ഉറപ്പായി. അതേസമയം ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട്. ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഹാർദിക് ബറോഡയ്ക്ക് വേണ്ടി അവസാന ലീഗ് മത്സരം കളിക്കുമെന്നാണ് സൂചന. ലോകകപ്പിന് മുമ്പ് താരത്തിന്റെ ജോലിഭാരം നിയന്ത്രിക്കാനാണ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിൽ നിന്ന് വിശ്രമം അനുവദിച്ചത്. ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മധ്യനിരയിലെ വിശ്വസ്തനായ തിലക് വർമ്മയുടെ പരിക്ക് ഇന്ത്യക്ക് ആശങ്ക പകരുന്ന കാര്യമാണ്. പകരക്കാരനായി വരുന്ന താരം ആ അവസരം മുതലെടുക്കുമോ എന്ന് കണ്ടറിയണം. അതേസമയം തിലകിന്റെ കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.